എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അഴുക്ക് പിടിച്ച സ്റ്റവ് എങ്ങനെ നല്ല പോലെ വൃത്തിയാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ സ്റ്റവ് നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്, എന്നാലും അത് എല്ലാ ദിവസവും അഴുക്കാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അഴുക്ക് പിടിച്ച സ്റ്റവൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം നോക്കാം. ഇതിപ്പോൾ വീട്ടിലെ സ്റ്റവാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഇത് വളരെ മോശം അവസ്ഥയിലാണ്. കഞ്ഞിയൊക്കെ തിളച്ച് വീണ് അതിൻ്റെ പാടുകളുണ്ട്, അതുപോലെ എണ്ണയൊക്കെ തെറിച്ച് ആകെ വൃത്തികേടായ അവസ്ഥയിലാണ് ഇപ്പോൾ സ്റ്റവ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റവാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റവിൻ്റെ ബർണറുകൾ, അതുപോലെ സ്റ്റാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റാം. അപ്പോൾ ആ ബർണറുകളും സ്റ്റാൻഡും അതിലുള്ള പ്ലേറ്റും എല്ലാം എടുത്ത് മാറ്റുക. അപ്പോൾ എൻ്റെ ഈ സ്റ്റവിൻ്റെ ചെറിയ ബർണർ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അത് ഇങ്ങനെ താന്നു പോയി, അതിൻ്റെ ഉള്ളിലുള്ള സ്ക്രൂ ഒക്കെ ഒടിഞ്ഞു പോയി, അത് താന്നു പോയി. അപ്പോൾ ആ ബർണർ അത്ര യൂസ്ഫുൾ അല്ല. ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ സ്റ്റവ് മൊത്തത്തിലൊരു വൃത്തികേടായ അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിന്ന് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ കുപ്പിയിൽ കാണുന്നതാണ് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ. ഇത് നിങ്ങൾക്ക് പലർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഓറഞ്ച് ക്ലീനറാണിത്. ഈ ഓറഞ്ച് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് സ്റ്റവ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ സോപ്പോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ഓറഞ്ച് ക്ലീനർ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റവ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് ക്ലീനർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മിക്കവർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുവാണ്. ഓറഞ്ചിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് അത് വിനാഗിരിയിലിട്ട് വെക്കുക, ഒരു 2 ആഴ്ച അങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്കതൊരു ക്ലീനിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് ക്ലീനർ ഒരു കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്റ്റവിലൊന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിച്ച് സ്റ്റവ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് സ്റ്റവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്പ്രേയിൽ തന്നെ അത് പോയി കിട്ടും. കാരണം അത്ര പവർഫുള്ളാണ് നമ്മുടെ ഈ ഓറഞ്ച് ക്ലീനർ. ഇത് ഞാൻ ഡൈല്യൂട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓറഞ്ചിൻ്റെ തൊലിയും വിനാഗിരിയും കൂടി ഇട്ട് വെച്ചതിൽ ആ വെള്ളം എടുക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വിനാഗിരിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ എസൻസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാതെയാണ് സ്റ്റവ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഗം ക്ലീൻ ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് നല്ല പവർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് നേർപ്പിക്കാതെ തന്നെ ഉപയോഗിക്കാം. അല്ല വേറെ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പോ അതല്ല വേറെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് നേർപ്പിച്ചിട്ട് വേണം, കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഓറഞ്ച് ക്ലീനർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൈൽഡായിട്ടുള്ള സ്ക്രബ് ഉപയോഗിച്ചിട്ട് സ്റ്റവ് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അമർത്തിയൊന്നും തേക്കേണ്ട. അപ്പോൾ സ്പോഞ്ചിൻ്റെ സ്ക്രബ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സ്ക്രബ് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പച്ച സ്ക്രബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മൈൽഡായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഒരിക്കലും അമർത്തി തുടയ്ക്കരുത്, കാരണം സ്റ്റവിൽ പോറലുകൾ വീഴും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തുടയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇതിൽ അഴുക്കുകളും എണ്ണമയവും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതും അല്ലെങ്കിൽ ബനിയൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് തുണി ഉപയോഗിച്ച് ആ അഴുക്കുകളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്നും കൂടെ തുടയ്ക്കുക. അപ്പം ആ കംപ്ലീറ്റ് ആയിട്ട് അത് വലിഞ്ഞ് നല്ലപോലെ വൃത്തിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ലപോലെ വൃത്തിയായി വന്നിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. ഇപ്പം നല്ലപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓറഞ്ചൊക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഓറഞ്ച് ക്ലീനർ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റവിൻ്റെ പ്ലേറ്റും കാര്യങ്ങളുമൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ടാണോ ക്ലീൻ ചെയ്ത്, ഓറഞ്ച് ക്ലീനർ എടുത്തില്ല. അപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല കറകളുണ്ടായിരുന്നു, ഈ തുരുമ്പ് പിടിച്ച പോലത്തെ കറയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത്.
അല്ല നിങ്ങൾ ഡിഷ് വാഷ് ഉപയോഗിക്കുന്നില്ല, ഓറഞ്ച് ക്ലീനറാണ് എടുക്കുന്നതെങ്കിൽ ഓറഞ്ച് ക്ലീനർ കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പ്ലേറ്റുകൾ അതിലൊരു 1 മണിക്കൂർ നേരം മുക്കി വെക്കുക. എന്നിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അത് ക്ലീൻ ആവും. ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മുക്കി വെക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റവ് നല്ലപോലെ ക്ലീൻ ആയി കിട്ടാൻ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.